ഹായ് എവരിവൺ, ഇത് ലേൺ തെലുഗു ത്രൂ മലയാളം എന്ന വീഡിയോ സീരീസിന്റെ 3-ാം ഭാഗം. ഞാൻ 1-ാം ഭാഗത്തിൽ പറഞ്ഞ വാക്കുകൾ ഞാൻ, നീ, നമ്മൾ, നിങ്ങൾ, ഞങ്ങൾ, അവൻ, അവൾ, അവർ, അത്, ഇത് എന്നീ വാക്കുകളൊക്കെയാണ്. അതിനകത്ത് 2-ാമത്തെ വീഡിയോ ഞാൻ ചെയ്തപ്പം സംഖ്യകളെ പറ്റി പറഞ്ഞപ്പം ഞാൻ പറഞ്ഞിരുന്നു, 1-ാമത്തെ വീഡിയോയിൽ ഞാൻ മിസ്സാക്കി കളഞ്ഞൊരു ഒരു വാക്കുണ്ടായിരുന്നു. അതാണ് ആയന എന്ന് പറഞ്ഞ വാക്ക്, അദ്ദേഹം എന്ന് പറയാനായിട്ട്. പിന്നെ ഞാൻ ആലോചിച്ചു, അദ്ദേഹം എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇദ്ദേഹം എന്നും പറയണമല്ലോ. അതേപോലെ തന്നെ അവൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇവൻ എന്നും പറയണം. അവൾ എന്ന് പറയുവാണെങ്കിൽ ഇവൾ എന്നും പറയണം. അപ്പം ആ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, 1-ാമത്തെ കാര്യം ആയന എന്ന് വെച്ചാൽ അദ്ദേഹം എന്നാണ്. ഞാൻ കന്നഡ പഠിപ്പിച്ചു തരുന്ന ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നു, കന്നഡയിൽ കുറെ വാക്കുകൾ ആയിൽ തുടങ്ങുകയാണെങ്കിൽ അദ്ദേഹം, അയാൾ, ആ മനുഷ്യൻ, അന്ന്, അത് എന്നൊക്കെയാണ് വരുന്നത്. അതിനെ തന്നെ ഈ ആക്കി കഴിഞ്ഞാൽ ഇന്ന്, ഇപ്പോൾ, ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞു വരും. ഓക്കെ, അതേപോലെ തന്നെയാണ് തെലുങ്കിലും. തെലുങ്കിലപ്പം ഇദ്ദേഹം എന്ന് പറയാനായിട്ട് ഈയന എന്ന് പറഞ്ഞാൽ മതി, ഈയന. ഓക്കെ, ഇനി വാഡു എന്നാണ് അവൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ബഹുമാനം കൊടുക്കാതെ ബഹുമാനം വേണ്ടാത്ത സാഹചര്യങ്ങൾ പറയുന്നതാണ് വാഡു. അതിനെ വീഡു എന്ന് പറഞ്ഞാൽ ഇവൻ എന്നാണ് അർത്ഥം. ഓക്കെ, വാഡു എന്ന് പറഞ്ഞാൽ അവൻ, വീഡു എന്ന് പറഞ്ഞാൽ ഇവൻ. അതേപോലെ തന്നെ ആമെ എന്ന് വെച്ചാൽ അവൾ എന്ന അർത്ഥം ഞാൻ പറഞ്ഞു. ഇവൾ എന്ന് പറയാനായിട്ട് ഈമെ എന്ന് ചേർത്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന വാക്കുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ആയനയ്ക്ക് പകരം ഈയന, വാഡു എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന പകരം വീഡു, ആമെ എന്ന് പറഞ്ഞ പകരം ഈമെ. പകരമല്ല, അതിന് തത്തുല്യമായ വേറെ പദങ്ങൾ. ഓക്കെ, ഇനി 1 മുതൽ 1 കോടി വരെ പറയാൻ ഞാൻ കഴിഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞു തന്നിരുന്നു. അന്നേരം ഞാൻ 0 എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞു തന്നില്ല, മനഃപൂർവ്വമാണ്. ഇന്ന് 0 എന്ന് പറഞ്ഞ വാക്ക് പറയാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം. 0 എന്ന് പറയാനായിട്ട് കന്നഡയിൽ പറയുന്നത് സൊണ്ണെ എന്നാണ്, സൊണ്ണെ. ഓക്കെ, കന്നഡയിൽ എണ്ണം പഠിപ്പിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. തെലുങ്കിൽ 0 എന്ന് പറയുന്നത് സുണ്ണ എന്നാണ്, സുണ്ണ. ഓക്കെ, നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് തെലുങ്കിൽ കുറച്ച് ക്രിയകളാണ്, കുറച്ച് ക്രിയാപദങ്ങൾ. 10 എണ്ണം ഞാൻ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ബേസിക് ആയ കുറച്ച് ക്രിയാപദങ്ങളാണ്. എന്തെങ്കിലും ചെയ്യാൻ ആരോടെങ്കിലും പറയണമെങ്കിൽ, അതായത് വാ, പോ, ചെയ്യ്, പറയൂ, കേൾക്ക്, എഴുത്, പഠിക്ക്, വായിക്ക് എന്നൊക്കെ നമ്മൾ പറയണമല്ലോ. ആ പറയുന്ന വാക്കുകൾ, ക്രിയാപദങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിനെ ഭാവി കാലത്തിൽ, വർത്തമാനകാലത്തിൽ, ഭൂതകാലത്തിലൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം, കുറച്ചും കൂടി കഴിഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഈ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കുന്നത് പഠിച്ചാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, 1-ാമത്തെ വാക്ക് വെച്ച് തുടങ്ങാം. ആദ്യം തന്നെ വ എന്ന് പറയാനായിട്ട്, വ എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നതാണ് രാ. ഓക്കെ, രാ വളരെ സിമ്പിൾ ആണ്, രാ. ഇനി ഇത് പറയുന്നതിനൊപ്പം തന്നെ ഞാൻ വേറൊരു ചെറിയൊരു വാക്ക് കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതാണ് റാ. രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആകരുത്. രാ എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, വാ എന്നാണ്. റാ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ മലയാളത്തിൽ ഡ എന്ന് പറയുന്ന വാക്കാണ് തെലുങ്കിൽ റാ. ഓക്കെ, ഇപ്പം വാടാ, പറയടാ, ചെയ്യടാ, എന്താടാ എന്നൊക്കെ ചോദിക്കുന്ന ആ ഡായില്ലേ, അതാണ്. അതുപോലെ നമുക്ക് പെൺകുട്ടികൾക്ക് റെഫർ ചെയ്യാൻ നമ്മൾ ഡി എന്ന് പറഞ്ഞ് ഉപയോഗിക്കും. തെലുങ്കിൽ ഡ എന്നും ഡി എന്നും കൂടി രണ്ടിനും കൂടി ഒറ്റ വാക്കിയുള്ളൂ, അതാണ് ഈ റാ. ഓക്കെ, അപ്പം വാട എന്ന് പറയണമെങ്കിൽ രാ റാ എന്ന് വേണം പറയാം. ഓക്കെ, രാ റാ. നീ വാട എന്ന് പറയാനായിട്ട് നീവു രാ, നീവു രാ റാ എന്ന് വേണം പറയാം. പക്ഷെ ഞാൻ പറഞ്ഞു കൂടുതൽ ഉപയോഗിക്കുന്നത് സംസാര ഭാഷയിലെ നുവു എന്ന് പറഞ്ഞ വാക്കാണ്. അപ്പം നുവുരാ, നുവുരാറാ എന്ന് നമുക്ക് വേണം അറിയാം, എന്ന് വെച്ചാൽ നീ വാട എന്ന്. ഓക്കെ, ഇനി അടുത്ത കുറച്ച് വാക്കുകൾ പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയണമെന്ന് എനിക്ക് തോന്നി. അതിതാണ്, കന്നഡയിൽ ഒരു വീഡിയോ ചെയ്ത ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നു, ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ ഭംഗിയുണ്ട്, മനോഹാരിതയുണ്ട്, എന്നാൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ആ ഭാഷയിലോ സംസ്കാരത്തിലോ ചിലപ്പോൾ ഒരു പ്രശ്നമായി നമുക്ക് തോന്നിയേക്കില്ല. പക്ഷേ മറ്റുള്ള ഭാഷക്കാർക്ക് അത് ചിലപ്പോൾ പ്രശ്നമായേക്കാം. ഇംഗ്ലീഷിലൊരു ചൊല്ല് തന്നെയുണ്ട്, വൺ മാൻസ് ഫുഡ് ഈസ് അനദർ മാൻസ് പോയിസൺ. ഒരു മനുഷ്യന്റെ ഭക്ഷണം അത് വേറൊരു മനുഷ്യന് ചിലപ്പം വിഷം തന്നെ ആയേക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഒരു ഭാഷയിലെ നല്ലൊരു വാക്ക് മറ്റൊരു ഭാഷയിൽ അത് വൃത്തികേടായിരിക്കാം, ചിലപ്പോൾ ഒരു പ്രശ്നമായി തോന്നിയേക്കാം. നമ്മൾ ഒരു പുതിയൊരു ഭാഷ പഠിക്കുന്ന സമയത്ത് ആ ഭാഷയെ അതിന്റെ ഗുണങ്ങളോടും ദോഷങ്ങളോടും അതിന്റെ മനോഹാരിതയോടും പ്രശ്നങ്ങളോടൊപ്പം നമ്മൾ അതിനെ അംഗീകരിക്കുകയും അതിനെ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട്.
ഓക്കെ, ഇത് ഞാനൊരു പറയാൻ കാരണമുണ്ട്. കാരണം നമ്മുടെ മലയാളത്തെ ഒരുപാട് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന കുറേയൊക്കെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതൊന്നും കണ്ടിട്ട് എനിക്ക് അത്ര വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്റെ ഒപ്പം തന്നെ ജോലി ചെയ്യുന്ന ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, തമിഴും മലയാളവും തമ്മിലുള്ള ബേസിക് ആയ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമിഴ് ഒരു ജിലേബിയാണ്, ആ ജിലേബിയിൽ കയറിയിരുന്നാൽ അത് മലയാളമായി എന്നാണ്. ഞാനൊരു തെലുഗു ലേൺ മലയാളം ത്രൂ തെലുഗു എന്ന് പറഞ്ഞൊരു വീഡിയോ സീരീസ് ഞാൻ കണ്ടു, നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാനത് ഏതാണെന്ന് പറഞ്ഞ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമില്ല. അതിനകത്ത് ഈ മലയാളം പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് വലിയ കാര്യമായി മലയാളം അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു തെലുഗുകാരനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ ആൾ മലയാളം പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് ഇൻട്രൊഡക്ഷൻ ഒക്കെ ഇതേപോലെ പറയുന്ന നേരത്ത് പറഞ്ഞൊരു കാര്യം എനിക്ക് അത്ര വലിയ കാര്യം ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അയാൾ പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ തെലുങ്കന്മാർക്ക് ഈ മലയാളം പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഗ്രാമറൊക്കെ വളരെ സിമ്പിൾ ആണ്, നമുക്ക് പഠിക്കാവുന്നതാണ്. പക്ഷേ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ പ്രൊനൗൺസിയേഷൻ ആണ്, ഉച്ചാരണമാണ്. അവർ കൂടുതലും സംസാരിക്കുന്നത് മൂക്ക് കൊണ്ടാണ് എന്നൊക്കെയാണ്. അത് കേട്ടപ്പോൾ എനിക്ക് അത്രയും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെ, അവരൊരു ഭാഷയെ പഠിക്കുകയാണ്. ഓക്കെ, ആ ഭാഷയെ വൃത്തിയായിട്ടൊരു ഭാഷയായിട്ടാണ് പഠിക്കുന്നത്. ലോകത്തിലെ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്, ആഗോള ഭാഷയാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഈ ഭാഷ ഉപയോഗിക്കാത്ത ഒരു നാടുണ്ട്, അതാണ് ഫ്രാൻസ്. ഫ്രാൻസിൽ ഫ്രഞ്ച് ആണ് സംസ്ഥാന ഭാഷ. അവർക്ക് ഫ്രഞ്ച് കഴിഞ്ഞേ ബാക്കി എന്തോ ഉള്ളൂ. പക്ഷേ ഫ്രഞ്ചുകാർ ഇംഗ്ലീഷ് പഠിക്കുമോ എന്ന് ചോദിച്ചാൽ പഠിക്കും. ആ ഭാഷക്കാർ അവരുടെ നാട്ടിൽ വന്ന് അവരെ പറ്റി എന്തെങ്കിലും മോശമായി സംസാരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ട് അവർ പഠിക്കും. ഓരോ പ്രാവശ്യവും ഇംഗ്ലീഷ് സംസാരിച്ചതിന് ശേഷം വായ കഴുകി തുപ്പുന്ന ഫ്രഞ്ചുകാരെ എനിക്കറിയാം. ഒരു ഫ്രഞ്ചുകാരനെങ്കിലും എനിക്കറിയാം. അയാളൊപ്പം ഞാൻ ജീവിച്ചിട്ടുണ്ട്. അയാൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഭാഷയും അതിന്റെ സംസ്കാരത്തെയും ബഹുമാനിച്ചുകൊണ്ട് അതിന് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഭാഷ പഠിക്കാം. നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? ഓക്കെ, വാ എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞു. നമ്മുടെ മലയാളത്തിൽ മാത്രം നമുക്ക് ഒരു മുതിർന്ന ആളോടും കുട്ടിയോടും അല്ലെങ്കിൽ ഒരു മൃഗത്തോടും ഒക്കെ പറയാനായിട്ട് വേറെ വേറെ വാക്കുകളില്ല. ഉദാഹരണത്തിന് ഒരു കുട്ടി വരികയാണെങ്കിൽ ആ കുട്ടിയോട് നമ്മൾ പറയും വായോ എന്ന് പറയും, ഇല്ലേ? കുട്ടിയോട് വാ എന്ന് മാത്രം പറയാൻ പാടുള്ളൂ, വായു എന്ന് പറയാൻ പാടുന്നില്ലല്ലോ. മുതിർന്ന ഒരാൾ വരാണെങ്കിലും വായു എന്ന് നമ്മൾ പറയും. ഒരു പട്ടിയാണെങ്കിലും നമുക്ക് അതിനെ വായു എന്ന് പറഞ്ഞ് വിളിക്കാം. പക്ഷേ കന്നഡ, തമിഴ്, തെലുഗു, പിന്നെ അവിടെ അങ്ങോട്ട് എല്ലാ ഭാഷകളിലും, ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും രണ്ടിനും വേറെ വേറെ വാക്കുകളാണ്. അതായത് കുട്ടികളോട് പറയാൻ ഒരു വാക്ക്, മുതിർന്നവരോട് പറയാൻ വേറൊരു വാക്ക്, ബഹുമാനം വേണ്ടാത്ത സാഹചര്യം ഒരു വാക്ക്, ബഹുമാനം കൊടുത്തു പറയേണ്ട വേറൊരു വാക്ക്. ഓക്കെ, കന്നഡയിൽ മാഡു എന്ന് പറഞ്ഞ വാക്ക് അതിന്റെ അർത്ഥം ചെയ്യൂ എന്നാണ്. മുതിർന്നവർ പറയാനായിട്ട് മാടി എന്ന് പറഞ്ഞു വരണം. ഓക്കെ, തമിഴ് എടുക്കാം. വാ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതിന് ബഹുമാനം വേണ്ടാത്തൊരു സാഹചര്യത്തിൽ പറയുന്ന വാക്കാണ്. വാങ്ക് എന്ന് നമ്മൾ പറയുന്നതാണ് വരൂ എന്ന് പറയുന്നത്. അതിനെ വാങ്കേ, വാങ്കോ എന്നൊക്കെ പല വകഭേദങ്ങളുണ്ടെങ്കിലും ബേസിക് ആയിട്ടൊരു ബഹുമാനം കൊടുത്ത് പറയേണ്ട ഒരു വാക്കുണ്ട്. അതേപോലെ തന്നെ തെലുങ്കിൽ ഞാൻ പറഞ്ഞ ക്രിയാപദം രാ എന്നാണ്. ഇനി അതിന്റെ ഒപ്പം ബഹുമാനം കൊടുത്ത് പറയേണ്ട ഒരു വാക്കാണ്, അതിന്റെ ഒപ്പം ചേർക്കേണ്ട ഒരു വാക്കാണ് അണ്ടി എന്ന് പറഞ്ഞ വാക്ക്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും. അണ്ടി എന്ന് ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഓക്കെ, സാർ അല്ലെങ്കിൽ മാഡം. ഓക്കെ, പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും കൂടി ഒറ്റ വാക്കാണുള്ളത്. അണ്ടി എന്ന് അവർ നമ്മളെ വിളിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളെ ബഹുമാനം കൊടുത്ത് സാർ എന്നോ മാഡം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്നാണ് അർത്ഥം. അപ്പം ഓരോ ക്രിയാപദത്തിന്റെ ഒപ്പവും ഈ അണ്ടി എന്ന് പറഞ്ഞ വാക്ക് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ബഹുമാനം കൊടുത്ത് എങ്ങനെയാണോ പറയേണ്ടത് ആ വാക്ക് കിട്ടും. ഓക്കെ, ഈ വാങ്ക എന്ന് ഞാൻ തമിഴിൽ പറഞ്ഞതും മാടി എന്ന് കന്നഡയിൽ പറഞ്ഞതുമായ വാക്കുകളാണ് അത്. അപ്പം രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായോ, കുട്ടികളോടോ അല്ലെങ്കിൽ നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരോടോ അല്ലെങ്കിൽ ബഹുമാനം കൊടുക്കേണ്ടാത്ത സാഹചര്യങ്ങളിൽ പറയേണ്ട വാക്കാണ്. ഇനി ബഹുമാനം കൊടുത്ത് പറയേണ്ട വാക്കാണ് രണ്ടി. അപ്പം രാ എന്ന് പറഞ്ഞ വാക്കും അണ്ടി എന്ന് പറഞ്ഞ വാക്കും കൂടി ചേർത്താണ് ഈ രണ്ടി എന്ന് പറഞ്ഞ വാക്കുണ്ടായിരിക്കുന്നത്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ ക്രിയാപദങ്ങളിലൊപ്പം അണ്ടി എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ വാക്ക് പോ എന്നതിന് തെലുങ്ക് പറയുന്നത് പോ എന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, മലയാളവും തെലുങ്കും തമ്മിൽ ഒത്തിരി സാമ്യമുണ്ട്. ഓക്കെ, അപ്പം പോ എന്ന് പറയുവാണെങ്കിൽ നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരോടോ അല്ലെങ്കിൽ ബഹുമാനം ആവശ്യമില്ലാത്തടത്തോ പറയുന്നതാണ് പോ. ഇതിന് പോണ്ടി എന്ന് അധികം ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ല. കാരണം പോ എന്ന് പറഞ്ഞ വാക്കിന് വേറൊരു കുറേയും കൂടി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കാണ് വെള്ളു. ഓക്കെ, വെള്ളു എന്ന് വെച്ചാൽ പോ എന്നാണ് അർത്ഥം. പോയിക്കോ എന്ന് പറഞ്ഞ അർത്ഥം വെള്ളു. ഓക്കെ, അപ്പം അതിന്റെ ബഹുമാനം കൊടുത്ത് പറയുന്നതാണ് വെള്ളണ്ടി. ഓക്കെ, പോ എന്ന് പറഞ്ഞ വാക്കുണ്ട്, വെള്ളു എന്ന് പറഞ്ഞ വാക്കുണ്ട്. ഇനി വേറൊരു വാക്കുകൂടിയുണ്ട്, അതാണ് വെള്ളിപ്പോ.
വെള്ളിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇറങ്ങിപ്പോ എന്നാണ് അർത്ഥം. ഓക്കെ, ഗെറ്റ് ഔട്ട് നമ്മൾ പറയില്ലേ. അതിനെ അങ്ങനെ എപ്പോഴും അത്രയും ക്രൂരമായി പറയണമെന്നില്ല. നല്ല നൈസായിട്ട് ഇറങ്ങി പോകാൻ പറയുവാണെങ്കിലും വെള്ളിപ്പോ തന്നെയാണ്. കാരണം ബഹുമാനം കൊടുത്ത് പറയുന്ന വാക്കും അതിനകത്തുണ്ട്. അതാണ് വെള്ളിപ്പോണ്ടി. ഓക്കെ, അപ്പം 3 വാക്കുകൾ ഏതൊക്കെ ഞാൻ പറയാം. പോ, വെള്ളു, വെള്ളിപ്പോ. ഇതിനകത്ത് പോണ്ടി എന്ന് അധികം പറയാറില്ല. വെള്ളണ്ടി, വെള്ളിപ്പോണ്ടി. ഓക്കെ, ഇനി അടുത്ത വാക്ക് ചെയ്. എന്തെങ്കിലും ചെയ്യാൻ പറയുന്നത്. ചെയ് എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നതാണ് ചെയ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ കുറെ വാക്കുകള് മലയാളമായിട്ട് ഒത്തിരി അടുത്ത് കിടക്കുന്ന വാക്കുകളാണ്. ഓക്കെ, ദയവ് ചെയ്ത് ചെയ്താലും എന്ന് പറയാനായിട്ട് നിങ്ങൾക്കറിയാം. ഞാൻ ഇത്രയും പറഞ്ഞ ഒരു ലോജിക് അനുസരിച്ച് പറയേണ്ട വാക്ക് ഇതാണ് ചെയ്യണ്ടി. ഓക്കെ, ചെയ്യണ്ടി. ഇനി 4ാമത്തെ വാക്ക്, ശരിക്കും 4ാമത്തെ വാക്ക് എന്ന് പറയുന്ന നേരത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ആകെ 10 ഞാൻ പറഞ്ഞ് കൂട്ടുന്നത് രാ, പോ, വെള്ളു, വെള്ളിപ്പോ, ചെയ്, ഇത്രയാണ്. ഇനി അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 6ാമത്തെ തെലുഗു വാക്ക്, 6ാമത്തെ ക്രിയ, അത് പറയൂ എന്ന് പറയാനായിട്ട്. പറയൂ എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നതാണ് ചെപ്പു. ചെപ്പ് എന്ന് വരാൻ പാടില്ല, ചെപ്പു എന്ന് പറഞ്ഞു വരണം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ തെലുങ്കിലെ ഒട്ടുമിക്ക വാക്കുകളും അല്ല, തെലുങ്കിലെ എല്ലാ വാക്കുകളും അവസാനിക്കുന്നത് ഒരു വവൽ ശബ്ദത്തിലാണ്. അതുകൊണ്ടാണ് ചെപ്പു എന്ന് പറഞ്ഞു വരുന്നത്, ചെപ്പ് അല്ല. ഓക്കെ, ചെപ്പു. അതേപോലെ തന്നെ അതിന്റെ ബഹുമാനം കൊടുത്ത് പറയേണ്ട വാക്കാണ് ചെപ്പണ്ടി. ഓക്കെ, ചെപ്പു, ചെപ്പണ്ടി. ഇനി അടുത്തത് ഞാൻ പറഞ്ഞായിരുന്നു അതിന്റെ അർത്ഥം. ഓക്കെ, അതിന്റെ അർത്ഥമാണ് പറയൂ എന്ന്. പറയൂ. ഇനി ചോദിക്കൂ എന്ന് പറഞ്ഞ വാക്ക്, ചോദിക്കൂ എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നതാണ് അടുകു. ആ ഡു ഗു, അടുകു. ഓക്കെ, ബഹുമാനം കൊടുത്ത് ചോദിച്ചാലും എന്ന് പറയുന്ന വാക്കാണ് അടുകണ്ടി. ഓക്കെ, അടുകണ്ടി. ഇനി അടുത്തത് കേൾക്ക്. ഓക്കെ, കേൾക്ക് എന്ന് പറയുവാണെങ്കിൽ, ശരിക്കും പറയുവാണെങ്കിൽ ശ്രദ്ധിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഈ വാക്കിന്റെ അർത്ഥം ചുമ്മാ കേൾക്കുമല്ല. തെലുങ്കന്മാരേക്ക് തോന്നുന്നു ചുമ്മാ കേൾക്കാറില്ല, ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, അപ്പം കേൾക്ക് അല്ലെങ്കിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ വാക്കാണ് വിനു. ഇതിന്റെ ബഹുമാനം കൊടുത്ത് പറയുന്ന വാക്കാണ് വിനണ്ടി. ഓക്കെ, വിനു, വിനണ്ടി. ഇനി അടുത്തത് വായിക്കൂ എന്ന് പറയാനായിട്ട്. വായിക്കൂ എന്ന് പറയാനായിട്ടുള്ള തെലുഗു വാക്കാണ് ചതുവു. ഓക്കെ, ചതുവു. വായിക്കൂ എന്ന് പറയാനായിട്ട് ചതുവു എന്നാണ് പറയുന്നത്. ചതുവുക്കോ എന്നും പറയാറുണ്ട്, ചതുവുക്കോ. ഓക്കെ, ഈ വാക്ക് മാത്രമല്ല തെലുങ്കിലെ കുറെയൊക്കെ ക്രിയകളുടെ ഒപ്പം നമുക്ക് ഈ കോ എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് അർത്ഥവ്യത്യാസം ഒന്നും വരുന്നില്ല. നമ്മുടെ കലാപം മണിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഇതിന് പ്രത്യേകിച്ച് അർത്ഥവ്യത്യാസം ഒന്നും വരുന്നില്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞ വലിയ അർത്ഥവ്യത്യാസങ്ങൾ വരുന്നില്ല. ഓക്കെ, അപ്പം ചതുവു, ചതുവുക്കോ. ഇതിന്റെ ബഹുമാനം കൊടുത്ത് പറയേണ്ട വാക്കാണ് ചതുവണ്ടി. എനിക്ക് തോന്നുന്നില്ല ആരോടെങ്കിലും ബഹുമാനം കൊടുത്ത് വായിക്കാൻ നമ്മൾ പറയുന്നത്. കാരണം വായിക്കട എന്നല്ല നമ്മൾ പറയാറുള്ളൂ, പിള്ളേരോട് പറയാറുള്ളൂ. ഇനി ആരോടെങ്കിലും ബഹുമാനം കൊടുത്ത് പറയേണ്ടതുണ്ടെങ്കിൽ പറയേണ്ട വാക്കാണ് ചതുവണ്ടി. ചതുവുക്കോണ്ടി എന്നും പറയാം. കാരണം ചതുവുക്കോ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അടുത്ത വാക്ക് എഴുത് എന്ന്. ഓക്കെ, എഴുത് എന്ന് പറയാനായിട്ട് കന്നഡയിൽ പറയുന്നതാണ്, തെലുങ്കിൽ പറയുന്നതാണ്. ഞാൻ എപ്പോഴും കന്നഡ പറഞ്ഞ് ശീലമായി. തെലുങ്കില് എഴുത് എന്ന് പറയുന്ന വാക്കാണ് രായു. ഓക്കെ, രാ. നോക്ക്, ഇപ്പം വാ എന്ന് പറയാനായിട്ട് രാ ആണ്. രായു എന്ന് പറഞ്ഞു വരണം എഴുതാനായിട്ട്. ഓക്കെ, അപ്പം രാ എന്ന് പറഞ്ഞു നിർത്തരുത്, രായു എന്ന് പറഞ്ഞാൽ എഴുതാനാണ് പറയേണ്ടത്. ഇനി മുതിർന്നവരോട് അതിനു മുൻപ് ഞാൻ പറഞ്ഞു ഈ കോ എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞല്ലോ, ചതുവു, ചതുവുക്കോ. അതുപോലെ തന്നെ ഇവിടെ രാക്കോ എന്ന് പറയില്ല, രാസ്കോ. ഓക്കെ, രാസ്കോ. ഞാൻ എന്തിനാണ് ഈ 2 വാക്കുകൾ പറഞ്ഞു തരുന്നത്, അതായത് ചതുവു, ചതുവുക്കോ, രായു, രാസ്കോ എന്ന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഭാവി കാലത്തിലും വർത്തമാനകാലത്തിലും ഭൂതകാലത്തിലും വാക്കുകൾ പറയുന്ന നേരത്ത് ഞാൻ ഈ പറഞ്ഞ കോ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന വാക്കുകൾ ശരിക്കും ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം രായു, രാസ്കോ. ബഹുമാനം കൊടുത്ത് പറയേണ്ടത് രായണ്ടി. ഓക്കെ, രാസ്കോണ്ടി എന്നും പറയും, പക്ഷെ നമുക്ക് രായു, രായണ്ടി പഠിക്കാം. അപ്പം എത്ര വാക്കുകളായി? 10 അല്ലേ? രാ, പോ, വെള്ളു, വെള്ളിപ്പോ, ചെയ്, ചെപ്പു, അടുകു, വിനു, ചതുവു, രായു. ഓക്കെ, ഇനി ഇതിന്റെയൊക്കെ ഒപ്പം ബഹുമാനം കൊടുത്ത് എങ്ങനെയാണ് പറയേണ്ടുന്ന വാക്കുകൾ ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, ഇനി ഒരൊറ്റ വാക്കുകൂടി പറഞ്ഞു തരാം. കാരണം എനിക്ക് തോന്നി അത് ഈ ഒരു സന്ദർഭത്തിൽ അത് സ്യൂട്ട് ആവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അതാണ് പഠിക്ക് എന്ന് പറയുന്ന വാക്ക്. പഠിക്ക് എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നതാണ് നേർച്ചുക്കോ. ഓക്കെ, നേർച്ചുക്കോ. അപ്പം ബഹുമാനം കൊടുത്ത് പറയേണ്ടതാണെങ്കിൽ നേർച്ചുകൊണ്ടി എന്ന് പറഞ്ഞു വരണം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്ന ഒരു ക്രിയയാണത്. അപ്പം
ഇന്ന് അത്രയും പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ നമുക്കൊരു പൂർണ്ണവാക്യമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. നീവു അല്ലെങ്കിൽ മീരു എന്ന് പറഞ്ഞ വാക്കുകളുടെ ഒപ്പം, അതായത് നീവുരാ മീരു രണ്ടി, നീവു വെള്ളു മീരു വെള്ളണ്ടി, നീവു വെള്ളിപ്പോ മീരു വെള്ളിപ്പോണ്ടി, నీవు చెయ్యి మీరు చెయ్యండి, నీవు చెప్పు మీరు చెప్పండి, నీవు అడుగు మీరు అడుగండి, నీవు విను మీరు వినండి, నీవు చదువు మీరు చదవండి, నీవు రాయు അല്ലെങ്കിൽ నీవు రాసుకో మీరు రాయండి, మీరు రాసుకోండి. അവസാനം പറഞ്ഞത് నీవు നേർച്ചുക്കോ మీరు നേർച്ചുకోండి. ഓക്കെ, അപ്പം എന്റെ അവസാനത്തെ ഒരു ഫൈനൽ മെസ്സേജ് ഞാൻ അത് പറയുന്നുള്ളൂ. మీరు తెలుగు నేర్చుకోండి. Love you all. Bye.